ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ സോളാർ വെക്കാൻ ആലോചിക്കുന്നുണ്ടോ എങ്കിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, സോളാർ വെച്ചതിന് ശേഷം നിങ്ങളുടെ വീടിൻ്റെ മേൽക്കൂരയിൽ ലീക്കേജ് തുടങ്ങിയായിരിക്കുമെങ്കിൽ എന്തായിരിക്കും നിങ്ങൾക്ക് തോന്നുക? അപ്പോൾ നിങ്ങൾ സോളാർ സേവിങ്ങിന് വേണ്ടി വെച്ചു എങ്കിലും നിങ്ങൾക്ക് വരുന്നത് എന്താണ്? റിപ്പയറിംഗ് കോസ്റ്റ് ആയിരിക്കും. ഇത് കേൾക്കുമ്പോൾ ഒരു ചെറിയ കാര്യമായിട്ട് ഒരു പക്ഷേ ചിലർക്കൊക്കെ തോന്നാമായിരിക്കാം. പക്ഷേ ഇത് റിയൽ ലൈഫിൽ ഒരുപാട് ആളുകൾ നേരിടുന്ന ഒരു പ്രശ്നമാണ്. കാരണം സോളാർ ഇൻസ്റ്റലേഷൻ എന്നത് പാനൽ വെക്കുക മാത്രമല്ല, അത് നിങ്ങളുടെ റൂഫിൽ നേരിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ വർക്ക് കൂടിയാണ്. സോളാർ വെക്കാൻ ആഗ്രഹിക്കുന്നവർ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട 21 പോയിന്റുകളുടെ വീഡിയോ സീരീസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലെ 20ാമത്തെ പോയിന്റാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ലീക്കിംഗ് എന്ന് കേൾക്കുമ്പോൾ ഇതൊരു ചെറിയ കാര്യമായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നാം. പക്ഷേ റിയൽ ലൈഫിൽ ഇത് ഒരുപാട് ആളുകൾ നേരിടുന്ന ഒരു പ്രശ്നമാണ്. സോളാർ ഇൻസ്റ്റലേഷൻ എന്നുള്ളത് പാനൽ വെക്കുക എന്ന് മാത്രമല്ല, അത് നിങ്ങളുടെ റൂഫിൽ നേരിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ട്രക്ചറൽ വർക്ക് കൂടിയാണ്. പലരും ഇവിടെ വലിയൊരു മിസ്റ്റേക്കാണ് ചെയ്യുന്നത്. സോളാർ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന ആവേശത്തിൽ റൂഫിന്റെ കണ്ടീഷനൊന്നും ചെക്ക് ചെയ്യാറില്ല. ഇൻസ്റ്റലേഷൻ ക്വാളിറ്റി പോലും പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. ഈ ഒരു കാര്യത്തെപ്പറ്റി പല വീഡിയോയിലും നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ സീരീസിലെ വീഡിയോയിൽ തന്നെ നമ്മൾ പലയിടത്തും ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ അതിനെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് പറയുന്നില്ല. മറ്റു ചില പോയിന്റുകൾ കൂടി നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നു. ലീക്കിംഗ് കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? സീലിംഗ് ഡാമേജ്, പെയിൻറ് ഡാമേജ്, ഇൻറ്റീരിയർ ഇഷ്യൂസ്, അവസാനം റിപ്പയർ ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു വലിയ കോസ്റ്റ് ഒക്കെയാണ് ഉണ്ടാകുന്നത്. ഇവിടെ ഉണ്ടാകുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സോളാർ സിസ്റ്റത്തിൻ്റെ പ്രോബ്ലം അല്ല, ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന രീതിയുടെ ഒരു പ്രശ്നമായിരിക്കും. സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും റൂഫിൽ ഡ്രില്ലിംഗ് ഒക്കെ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ മൗണ്ടിങ് സ്ട്രക്ചേഴ്സ് ഒക്കെ ഫിക്സ് ചെയ്യേണ്ടി വരും. ഈ പ്രോസസ്സ് ഒക്കെ ചെയ്യുമ്പം നമ്മൾ പ്രോപ്പറായിട്ട് സീൽ ചെയ്തില്ലെങ്കിൽ വാട്ടർ ലീക്കേജ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് കേരളം പോലെയുള്ള സ്ഥലത്ത് ഹെവി റെയിൻ ഉള്ളത് കൊണ്ട് തന്നെ ചെറിയ മിസ്റ്റേക്ക് പോലും വലിയൊരു ലീക്കേജ് ആയിട്ട് പലപ്പോഴും മാറാറുണ്ട്. അത് ഫ്ലാറ്റ് കോൺക്രീറ്റ് റൂഫ് ആയാലും ഷീറ്റ് റൂഫ് ആയാലും ടൈൽ റൂഫ് ആയാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓരോ റൂഫിന്റെ ടൈപ്പ് അനുസരിച്ച് ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റലേഷൻ മെത്തേഡ്സ് ആയിരിക്കും വേണ്ടത്. അതുകൊണ്ട് തന്നെ റൂഫ് കണ്ടീഷൻ കൺസിഡർ ചെയ്യാതെ നമ്മൾ സോളാർ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടില്ല. ഇതാണ് പിന്നീട് ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഒരു വീട്ടിൽ ഇൻസ്റ്റലേഷൻ സമയത്ത് പ്രോപ്പറായിട്ടുള്ള സീലിംഗ് മെറ്റീരിയലൊക്കെ ഉപയോഗിക്കുകയും വാട്ടർ പ്രൂഫിംഗ് ഒക്കെ ശ്രദ്ധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് സോളാർ ഇൻസ്റ്റലേഷൻ ഉള്ളത് ഒരു ഇലക്ട്രിക്കൽ വർക്ക് മാത്രമല്ല, അതിലൊരു സിവിൽ വർക്ക് കൂടി ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റലേഷൻ ചെയ്യുന്നതിന് മുന്നേ റൂഫിംഗ് കണ്ടീഷൻ ചെക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൂഫിന് എത്ര വർഷം പഴക്കമുണ്ട്, കോൺക്രീറ്റ് സ്ട്രെങ്ത് എങ്ങനെയാണ്, ഓൾറെഡി അതിനെന്തെങ്കിലും ക്രാക്ക് ഉണ്ടോ, അല്ലെങ്കിൽ ബിൽഡിങ്ങുകൾ തമ്മിൽ ചേർത്തെടുത്തിട്ടുണ്ടോ തുടങ്ങിയൊക്കെ ഏജൻസിയോട് പറയാനായിട്ട് പ്രത്യേകിച്ച് ക്ലയൻസ് ശ്രദ്ധിക്കണം. വളരെ പഴക്കം ചെന്ന റൂഫിംഗ് ഷീറ്റുകളിലൊക്കെ നമ്മൾ കയറുന്ന സമയത്ത് അതിനൊക്കെ ലീക്കിംഗ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ കഴിവതും ഈ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നമ്മൾ വർക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഏജൻസിയോട് ഇത്തരം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണമെന്ന് മാത്രമല്ല, എന്താണ് അവർ ചെയ്യുന്നതെന്ന് ചോദിച്ച് മനസ്സിലാക്കുകയും വേണം. അവർ എന്ത് ടൈപ്പ് സീലിംഗ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്, എന്ത് മെറ്റീരിയലുകളൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങളുടെ റൂഫ് സേഫ് ആണ് എന്നും ഫ്യൂച്ചറിൽ ലീക്കേജ് വരില്ല എന്നും ഒക്കെ ഉറപ്പാക്കിക്കൊണ്ട് വേണം മുൻപോട്ട് പോകാനായിട്ട്. ഇതൊരു 20-25 വർഷം ഉപയോഗിക്കുന്ന സിസ്റ്റമാണ് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള ഒരു തീരുമാനം എടുത്ത് വേണം മുമ്പോട്ട് പോകേണ്ടത്. സോളാർ വെക്കുമ്പോൾ നിങ്ങൾ മെയിൻലി ചോദിക്കേണ്ടത് എത്ര കോസ്റ്റ് എന്നല്ല, സേഫായിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഈ വീഡിയോ സീരീസിലെ 20ാമത്തെ പോയിന്റിനെ പറ്റിയുള്ള വിശദീകരണമാണ് നിങ്ങൾ കേട്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. സോളാറിനെ പറ്റി കൂടുതലായി അറിയാനും പഠിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. കൂടുതൽ സോളാർ നേച്ചർ ടെക് വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.